ഈ ഫോൺ ഒരു രാജാവാണ് കേട്ടോ. പോക്കോ F1 അടിപൊളി ഫോണാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ. അത് ഡെഡാണ്. ഇതിൻ്റെ CPU ഒക്കെ റീബോൾ ചെയ്തിട്ട് കണ്ട എല്ലാം പണി ഇത് നോക്കിയിട്ടുണ്ട്. ഞാനും റീബോൾ ചെയ്തിട്ട് നോക്കി, പക്ഷേ ഫോൺ ഓൺ ആവുന്നില്ല. അപ്പോൾ റീബോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് റീബോൾ ചെയ്തിട്ടത്, പക്ഷേ എന്നിട്ടും സാധനം കിട്ടുന്നില്ല. അപ്പോൾ ബാക്കി എന്താ കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് ലൈവായി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നോ ഷോർട്ട് സർക്യൂട്ട് ആട്ടോ അവിടെ ഒന്നും ഷോർട്ട് സർക്യൂട്ട് കാണുന്നില്ല. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കണം. അതാണ് ഇപ്പോൾ ലക്ഷ്യം. നല്ല അടിപൊളി ഫോണാണ്. ഓക്കെ, കസ്റ്റമർക്ക് അത് ഈ ഫോണിനോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ട്. പോക്കോ F1 ആണ് മോഡൽ. നിങ്ങൾ ഇത് F1 ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഫോണാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും ഷോർട്ടും കാര്യങ്ങളും ഇതൊന്നും കുഴപ്പമില്ല. ഇമ്പിഡൻസും കാര്യങ്ങൾ കണ്ടിന്യൂറ്റി എല്ലാം അവിടെ നോർമലാണ്. നോ ഷോർട്ടാണ് അവിടെ. മക്കളെ, അപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ റിപ്പയറിങ് അവൈലബിൾ ആണ്. ഷോർട്ട് കണ്ട ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. പവർ സെക്ഷനാണ്. അപ്പോൾ അതാണ് പ്രശ്നം. കണ്ട അവിടെ സെക്ഷനിൽ അവിടെ കമ്പോണൻസ് ഷോർട്ട്, കപ്പാസിറ്ററിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉള്ള മെത്തേഡുകൾ ചെയ്യാം. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ റിപ്പയറിങ് ഇവിടെ ഉണ്ട്. നമുക്ക് മൊബൈൽ മാത്രമല്ല, മൊബൈൽ ടാബ്, സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താല്പര്യം ഇല്ലെങ്കിൽ ഉണ്ടാതെ അവിടെ ഇരുന്നോ, ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ട ഫ്ലെക്സ് ഇട്ട് നമുക്ക് പവർ ഐസി കൊണ്ട് പൊക്കാം. അവിടെ കപ്പാസിറ്ററിൽ ഷോർട്ടുകൾ കണ്ടില്ലേ, നമ്മളെ പൊക്കിയിട്ട്. കാരണം ഇത് കുറച്ച് പണിയെടുത്ത ഫോണാണ്. ഇത് CPU ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അത് എന്തായാലും ഇത് ഇത്രയും നമ്മൾ പണിയെടുത്തിട്ട് റെഡി ആയില്ലെങ്കിൽ മോശമല്ല. അപ്പോൾ പവർ ഐസി അങ്ങ് പവർ ഐസി എടുത്തു പറഞ്ഞാൽ പിന്നെ എന്താ ചെക്ക് ചെയ്യണ്ടേ? പവർ ഐസി എടുത്താൽ പിന്നെ ആ ഷോർട്ട് സർക്യൂട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അവിടെ ഉണ്ടെങ്കിൽ അത് സീനാണ്, ഇല്ലെങ്കിൽ അപ്പോൾ കണ്ട അപ്പം നോർമലായിട്ടാ. അപ്പോൾ അവിടെ പവർ ഐസിയുടെ ഉള്ളിലെ ബോള് ഹീറ്റായിക്കൊണ്ട് ഷോർട്ടായതാവാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്കത് IC ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് റീബോൾ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കാം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. എല്ലാം പ്രതീക്ഷയാണല്ലോ. മുന്നോട്ട് വെച്ച കാര്യം മുമ്പോട്ട്. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കാം. പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, മുന്നോട്ട് തന്നെ മുമ്പോട്ട്. നമ്മളത് ക്ലീൻ ചെയ്ത് നമുക്ക് IC ഇരിക്കുന്ന പാത്തും അതേപോലെ പവർ IC ഒക്കെ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റായിട്ട് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ മോനെ ഇത് നന്നായി പ്രാർത്ഥിച്ചോ റെഡി ആവാൻ. എല്ലാം പഠിച്ചോണ്ടേലുള്ള ശരിയാവട്ടെ അല്ലേ? നമുക്ക് അങ്ങോട്ട് ചെയ്ത് നോക്കടാ. അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ കേട്ടാ. അപ്പോൾ നമ്മൾ പവർ ഐസിയുടെ കണ്ട ആ പൊസിഷനൊക്കെ ഭയങ്കര നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് ചെയ്യുക. അതൊക്കെ ബാക്കി വരുന്നിടത്ത് വെച്ചിട്ട് ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് റീബോൾ ചെയ്തിട്ട് പെർഫെക്റ്റായിട്ട് റീബോൾ ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേഷൻ ക്ലാസ് എല്ലാം കൊടുക്കുന്നുണ്ട്. മൊബൈൽ ഫോണ് കോഴ്സിന് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. റിപ്പയറിങ് ക്ലാസ് ഉണ്ട്, അപ്ഡേഷൻ ക്ലാസ് ഉണ്ട്, ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. നമുക്കറിയാവുന്നത് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അറിയാത്തത് നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ IC അവിടെ പെർഫെക്റ്റായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബ്ലോവർ വെച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പടപ്പിക്കാം. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് നേരിൽ കാണാം. അത് കറക്റ്റായിട്ട് പടയിട്ടാണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഹലോ, നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. തിരക്കിലാണ് ഞാനും നിങ്ങളും എല്ലാവരും. തിരക്കുണ്ടോന്നുണ്ട്, തിരക്കില്ല എന്നില്ല, അല്ലാതെ ഇപ്പം എന്താ അല്ലേ. അപ്പോൾ അത് പവർ ഐസി കൊണ്ട്
ഫിറ്റ് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടാ. ബാക്കി നമുക്ക് അങ്ങ് നോക്കാം. ഓക്കെ, അത് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് നോക്കണം നമ്മൾ? അത് ആദ്യം കണ്ട ഷോർട്ട് സർക്യൂട്ട് അവിടെ വീണ്ടും വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? IC റീപ്ലേസ് ചെയ്യണം. പക്ഷേ വീണ്ടും ഷോർട്ട് സർക്യൂട്ട് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പവർ DC പവർ സപ്ലൈയിൽ കണക്ട് ചെയ്താണ്ട് ഓണാക്കി എടുത്ത് ഫോണ്. ഇപ്പോൾ കണ്ടില്ലേ? അങ്ങോട്ട് പാടങ്ങോട്ട്. അപ്പോൾ സെറ്റ് ഡൺ, നമ്മുടെ വർക്ക് ഡണ്ണാണ് മക്കളെ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.